ഹലോ ഗായ്സ്, അപ്പൊ എല്ലാവർക്കും ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് രാവിലെയാണ് ഞാൻ വിചാരിച്ചു മിറ്റമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാന്ന്. ഫുള്ളായിട്ടല്ല, ജസ്റ്റ് ആ ഒരു സൈഡ് മാത്രം. കാരണം അവിടെയൊക്കെ കുറേ കൊച്ചു കൊച്ചു പുല്ലുകളും ചപ്പൊക്കെ വന്ന് കിടപ്പുണ്ട്. ആ സൈഡിൽ നിൽക്കുന്ന മരത്തിൽ നിന്ന് ഫുള്ള് ചപ്പും അങ്ങോട്ട് തന്നെയാണ് വീഴുന്നത്. ഞാൻ വിചാരിച്ചു അവിടെ നിൽക്കുന്ന കൊച്ചു കൊച്ചു പോച്ചകളും ആ സൈഡൊന്ന് വൃത്തിയാക്കി വെക്കാന്ന്. ആ ഒരു സൈഡിൽ മാത്രമേ ഉള്ളൂ നല്ലതായിട്ട് പോച്ച. കാരണം ഇവിടെയൊക്കെ എപ്പോഴും തൂത്തുമായിരുന്നോണ്ട് ഇവിടെയൊക്കെ അധികം പോച്ചയില്ല. ആ സൈഡ് ഞാൻ അവിടെ ഇങ്ങനെ കട്ട അടുക്കി വെച്ചിരിക്കുന്നോണ്ട് അമ്മ അവിടെ ഒന്നും ചിലപ്പോഴൊന്നും തൂക്കത്തില്ല. ഡെയിലി ഇങ്ങനെ ആ ഫ്രണ്ട് വശം മാത്രം അങ്ങ് തൂത്തു പോകത്തേ ഉള്ളൂ. അത് കണ്ടില്ലേ. പിന്നെ ഈ ചെടിച്ചട്ടിക്കകത്ത് മുഴുവൻ വെള്ളമൊക്കെ ആയിരുന്നു. കാരണം എപ്പോഴും മഴ പെയ്തുകൊണ്ട് അതിനകത്തിലോട്ട് വെള്ളം വന്ന് വീഴും. ഞാൻ വിചാരിച്ചു അതൊക്കെ ജസ്റ്റ് ഒന്ന് സൈഡിലോട്ട് എടുത്ത് മാറ്റി വെക്കും. കാരണം അവിടെ നിന്ന് അത് ചെടിയെല്ലാം നാശമായി പോത്തേ ഉള്ളൂ. അപ്പൊ നമ്മള് അതെല്ലാം കളയണ്ടാലോ എന്ന് വിചാരിച്ചിട്ട് എടുത്ത് അവിടെ വെച്ചിട്ട് ചിലതൊക്കെ കമ്പ് മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലായിട്ട് ഉണങ്ങി പോയിട്ടുണ്ടായിരുന്നു. ഞാൻ ആ ചെടിച്ചട്ടി അവിടെ കൊണ്ടുവച്ചു. അതിനകത്ത് ഇനി വേറെ എന്തെങ്കിലും നടാലോ, ടൈമൊക്കെ ഉണ്ടല്ലോ, നമുക്ക് അവിടെ നിന്ന് നടാന്ന് വിചാരിച്ചു. ഞാൻ ജസ്റ്റ് അവിടെ കുറച്ച് വെള്ളം കെട്ടി കിടപ്പുണ്ട്. ഇച്ചിരി വെള്ളമുള്ളൂ, ബാക്കിയെല്ലാം താഴ്ന്നോളും. പിന്നെ ഇതൊരു അടീനിയമായിരുന്നു, അതിന്റെ ഇലകളൊക്കെ കൊഴിഞ്ഞു പോയിട്ട് ജസ്റ്റ് അവിടെ പന്നലായിട്ട് അവിടെ കിടപ്പുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു ജസ്റ്റ് അതൊന്ന് കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് കിളിച്ചോളും ചിലപ്പം. ഞാൻ സൈഡിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. അവിടെ ആ മണ്ട ഉണങ്ങി പന്നലായി താഴോട്ട് വീണിട്ടുണ്ട്. അത് നമുക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഈ ചെടി നല്ല നല്ല പൂവുള്ള ചെടിയാണ്. അപ്പൊ ഞാൻ ജസ്റ്റ് അതിന്റെ ചുവട്ടിലെ പോച്ചയൊക്കെ ഒന്ന് പറിച്ചു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ പോച്ച വന്നു കഴിയുമ്പം ചെടിയുടെ ഗ്രോത്ത് ഒക്കെ കുറയും. അപ്പൊ നമ്മള് മാക്സിമം അതിനകത്തിരിക്കുന്ന പോച്ചയൊക്കെ പറിച്ചു കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഞാൻ അത് കഴിഞ്ഞ് ഇവിടേക്കൊക്കെ ആ ഒരു ഏരിയയിലൊക്കെ ചപ്പൊക്കെ വീണിട്ടുണ്ട്. കാരണം ഒരു മഴ പെയ്യും, അത് കഴിഞ്ഞ് തോരും, അടുത്ത മഴ പെയ്യും. അതുകൊണ്ട് നമുക്ക് ഒന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പൊ ഞാൻ വിചാരിച്ചത് ആ ചെടിച്ചട്ടി എല്ലാം ആ സൈഡിലേക്കൊന്ന് അടുക്കി ഓർഗനൈസ് ചെയ്ത് വെക്കാന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്താ ഈ ഒരു ഏരിയ ആണ് ചെടിച്ചട്ടി വെക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഞാൻ ആ ഒരു ഭാഗത്തുനിന്ന് എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് നടുക്കോട്ടിട്ടിട്ട് വെക്കാന്ന് വിചാരിച്ചു. അതിന് മുമ്പേ ആ മണ്ട ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെടിച്ചട്ടി ഫുള്ളായിട്ട് അവിടെ നിലത്ത് മാറ്റണം. ഈ കോല് പോലെ പോയിട്ടേ ഉള്ളൂ, കാരണം ഇതിനകത്ത് പൂവൊന്നും അങ്ങനെ ഉണ്ടായിട്ടില്ലായിരുന്നു. അതാ ആ ചെടിച്ചട്ടിക്കകത്തിലൊക്കെ എല്ലാം ഉണങ്ങി പോയിട്ടുണ്ട്. പിന്നെ ഈ മഴക്കാലം ആയി കഴിഞ്ഞാൽ ഭയങ്കര കൊതുവിന്റെ ശല്യം ഭയങ്കരമാണ്. നമുക്ക് ആ ഭാഗത്തൊന്നും നിൽക്കാൻ പറ്റത്തില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ ഞാനാണെങ്കിൽ അവിടെ ക്ലീൻ ചെയ്തിട്ട് അധികം കൊതുവൊന്നും ഇല്ലായിരുന്നു. ഒരു വട്ടം ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ ക്ലീൻ ഇപ്പോഴല്ല, പണ്ട് ഞാൻ കല്യാണത്തിനൊക്കെ മുന്നേ അവിടെ നിന്ന് ക്ലീൻ ചെയ്തോണ്ടിരുന്നപ്പോ ആ സൈഡിൽ നിന്ന് എന്തോ ഒരു സാധനം എന്റെ കയ്യെ കുത്തി എന്റെ 2 വിരല് ഇങ്ങനെ വീർത്തിരിക്കുമായിരുന്നു 1-2 ദിവസത്തേക്ക്. പിന്നെ അതങ്ങ് മാറി. പിന്നെ തന്റെ ഈ ഒരു തെറ്റിയും പോട്ടെ, ചെമ്പരത്തിയില് ഇങ്ങനെ 2 ഇലയൊക്കെ കൂടി നിന്ന് അതിനകത്തിൽ എന്തോ പുഴു ഇങ്ങനെ എന്തോ ചിലന്തി വല പിടിച്ച പോലൊക്കെ നിന്ന് അത് പന്നലായി പോവും. അപ്പൊ ഞാൻ ജസ്റ്റ് അതിനകത്ത് നിന്ന് അതൊക്കെ ഒന്ന് പറിച്ചു കളയാം. അതൊക്കെ ഒന്ന് പറിച്ചു കളഞ്ഞെടുത്തിട്ടുണ്ട്. ഞാൻ ഹെയർ കെയർ ഒക്കെ ചെയ്യാനും താളിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നട്ടയായിരുന്നു. ഇപ്പൊ നല്ലതായിട്ട് ഇവിടെ പിടിച്ചു നിപ്പുണ്ട്. ഇടയ്ക്കൊക്കെ ചെയ്യണം. ജസ്റ്റ് അവിടുത്തെ സൈഡിൽ നിന്നെല്ലാം ഒന്ന് ഒടിച്ചു കളയുന്നുണ്ട്. അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടമല്ല നിങ്ങൾ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. നിങ്ങളുടെ കമന്റ്സ് താഴെ ഇനി എന്ത് വീഡിയോസ് ഒക്കെ വേണം എന്ന് നിങ്ങൾ കമന്റ്സ് താഴെ പറയണം. ആ സൈഡ് ഞാൻ കുറെ ടൈലും മുറിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ മണ്ടയ്ക്കായിരുന്നു ആ ചെടിയൊക്കെ വെച്ചിരുന്നത്. അപ്പൊ അതൊക്കെ ഇനി അവിടെ വെക്കുന്നതിനെക്കാട്ടും നല്ലത് ഈ സൈഡിൽ തന്നെ വെക്കുന്നതായിരിക്കും. കാരണം വെള്ളമൊന്നും വീണ് പന്നലായി പോവണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ സൈഡൊക്കെ ഒന്ന് തൂത്തൊന്ന് വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഈ കട്ട അടുക്കി വെച്ചേക്കുന്നതൊക്കെ ഞാൻ ചെടി നട്ടു വെച്ചായിരുന്നു, അതൊക്കെ നശിച്ചു പോയിട്ടുണ്ടായിരുന്നു, അതൊന്നും ഇല്ലായിരുന്നു. പിന്നെ ആ കറ്റാർവാഴയും ഞാൻ എടുത്ത് അവിടെ ജസ്റ്റ് ഒന്ന് നട്ടു വെച്ചായിരുന്നു, അവിടോട്ട് കൊണ്ട് വെച്ചായിരുന്നു. അതും കിളിച്ചില്ല. അത് ഞാൻ ചെടിച്ചട്ടിക്കകത്ത് തന്നെ എടുത്ത് വെച്ച് നട്ടു വെക്കും. കാരണം ഒരു 1-2 കറ്റാർവാഴ അപ്പുറത്തെ വീട്ടിൽ നിന്ന് കൊണ്ടുവച്ചത് കിളിച്ചായിരുന്നു. ഇത് നമുക്ക് കൊണ്ട് വെച്ച് നോക്കാം, ചിലപ്പോൾ കിളിച്ചാലോ. ഇതാണ് കട്ടയൊക്കെ വെച്ച് ഓർഗനൈസ് ചെയ്ത് വെച്ചിരുന്നതായിരുന്നു. പക്ഷെ കട്ടയെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് അതിനകത്ത് ഫുള്ള് കരിയില വീണ് കിടപ്പുണ്ട്. ഇതിന്റെ മണ്ടയ്ക്കെല്ലാം കരിയില്ല. നല്ല പൊക്കത്തിൽ പോകുന്ന ഒരു ചെടിയായിരുന്നു. അത് കുറെ ഹൈറ്റ് ആയി കഴിയുമ്പോൾ അതങ്ങോട്ട് തന്നെത്താൻ ഒടിഞ്ഞു വീണോളൂ. നമ്മളായിട്ട് ഒടിക്കേണ്ട, തന്നെത്താൻ അത് ഒടിഞ്ഞ്. കാരണം അതിന് കട്ടിയൊക്കെ കുറവായിരുന്നു. അപ്പം
കുറച്ച് ഹൈറ്റിൽ പോയി കഴിയുമ്പോൾ അത് തന്നെത്താൻ ഒടിഞ്ഞ് താഴെ വീഴും. ആ ഒരു സ്ഥലത്തുനിന്ന് തൂത്തെടുക്കാൻ ഭയങ്കര പ്രയാസമാണ്. കാരണം ഒന്നാമത് അവിടെ ആ ഒരു സ്പേസ് ഇല്ല നമുക്ക് തൂത്തെടുക്കാൻ. അവിടെ ചെടിയൊക്കെ നിൽക്കുന്നത്. പിന്നെ ഞാൻ ആ കറ്റാർവാഴ അങ്ങ് പറിച്ച് ഞാൻ അവിടെ കൊണ്ട് വെച്ച് ഇനിയും ചെടിച്ചട്ടിക്കകത്ത് വെക്കാമെന്ന് വിചാരിച്ചു. കല്യാണത്തിന് മുമ്പ് ഞാനാണെന്നുണ്ടെങ്കിൽ പൊന്നുപോലെ കൊണ്ട് നടന്ന ഒരു സ്പേസ് ആയിരുന്നു അത്. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ആ ഒരു സ്പേസ് എപ്പോഴും ക്ലീൻ ചെയ്യാനും. നിങ്ങൾ തന്നെ പല വീഡിയോസിലും കണ്ടിട്ടുണ്ടായിരിക്കും ഞാൻ അവിടെ തന്നെ ക്ലീൻ ചെയ്ത് എല്ലാം സൂക്ഷിക്കുന്നത്. പക്ഷെ എനിക്ക് ആ ഒരു ഭാഗം ക്ലീൻ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമായിരുന്നു. കുഞ്ഞു കുഞ്ഞു പോച്ചയെല്ലാം പറിച്ചു കളഞ്ഞ് ആ ഒരു ഭാഗം മാത്രം സെറ്റാക്കിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ കല്യാണം കഴിഞ്ഞ് പോയിട്ട് ഇപ്പം കല്യാണം കഴിഞ്ഞിട്ട് 9 മാസമായി കഴിഞ്ഞ് ഇപ്പോഴാണ് വന്ന ആ ഭാഗം ഒന്ന് ജസ്റ്റ് ഒന്നുകൂടെ ക്ലീൻ ചെയ്യാൻ പറ്റിയത്. അധികം ഭയങ്കര ചപ്പൊന്നും പോച്ചയൊന്നും കിളിച്ചിട്ടില്ല. എന്നാലും ആ സൈഡിലൊക്കെ പോച്ചയുണ്ട്, കുട്ടി കുട്ടി പോച്ചകൾ. പിന്നിപ്പൊ മഴ ആയതുകൊണ്ട് പെട്ടെന്ന് നീ അതെല്ലാം വളർന്ന് കേറിയാലോ എന്ന് വിചാരിച്ചിട്ട് ആ ഭാഗമൊക്കെ ഒന്ന് ജസ്റ്റ് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇനിയും പിന്നെ മഴ കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാല് കൊതുകൊക്കെ ഭയങ്കരമായിട്ട് ഉണ്ടാവും. അപ്പോഴത്തേക്ക് ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ജസ്റ്റ് വൈകിട്ടൊന്ന് അവിടെ എല്ലാം ഒന്ന് ജസ്റ്റ് അടിച്ചു പോയാൽ മതിയല്ലോ. ഇതൊരു ചെടിയാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. കാരണം ഇത് എവിടെയോ ചെടിയായിട്ട് നട്ടിട്ടുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാനതെല്ലാം പറിച്ചു കളയുവാണ്. കാരണം പോച്ച പോലെ എനിക്ക് തോന്നുന്നു. അപ്പൊ അത് പറിച്ചു കളയുന്നത് തന്നെ ആയിരിക്കും നല്ലത്. അപ്പൊ ഞാൻ പെട്ടെന്ന് തന്നെ പോയി എടുത്തോണ്ട് വന്നൊന്നുമല്ല, കുറച്ച് ടൈം എടുത്തിട്ടൊക്കെയാണ് അതൊക്കെ ചെയ്യുന്നത്. ഇത് ഞാനിപ്പം സ്പീഡിൽ ഇട്ട് നിങ്ങളെ കാണിച്ചു തരുവാണ്. അപ്പൊ ആ ഒരു കവറിലേക്ക് ഞാൻ പോച്ചയെല്ലാം പറിച്ചിടുന്നുണ്ട്. കാരണം അവിടോട്ട് തന്നെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെയും പോച്ച പെട്ടെന്ന് കിളിക്കും. അതിനെക്കാട്ടും അത് എന്തെങ്കിലും പറിച്ചിട്ട് കഴിഞ്ഞാൽ കുറച്ച് എവിടെയെങ്കിലും കൊണ്ട് കളയാലോ. കുറച്ച് കുറച്ച് നമുക്ക് കൊണ്ട് കളഞ്ഞ് വെക്കാമെന്ന് വിചാരിച്ച് അതിനകത്തിലോട്ട് പറിച്ചിട്ട് അത്രയും പോച്ച ഞാൻ ആ ഒരു സൈഡിൽ നിന്ന് പറിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് അവിടെയൊക്കെ വിശ്വസിച്ചിരിക്കാൻ പറ്റില്ല. കാരണം അവിടെയൊക്കെ ചെറിയ ചെറിയ പോടുകളൊക്കെ ഉണ്ട്. അതിനകത്തെ ജന്തുക്കളൊക്കെ കയറി ഇരുന്നാലോ. നമ്മൾ ആ സൈഡിലൊക്കെ നിന്നിട്ടാ ഞാൻ അവിടേക്ക് ഇരുന്ന് പോയി പോച്ചയൊക്കെ പറിക്കാറുള്ളതായിരുന്നേ പണ്ട് തൊട്ടേ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പോച്ച പറിക്കുന്നതൊക്കെ. ഞാൻ ആകെ ഇഷ്ടത്തോടെ ചെയ്യുന്നത് ഈ കാര്യമൊക്കെയാണ്. ഈ കാര്യം ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ചെയ്യാനൊക്കെ. കണ്ടില്ലേ, കൊച്ചു കൊച്ചു പോച്ചകളേ ഉള്ളു. കാരണം ഇനിയും മഴ പെയ്തു കഴിഞ്ഞാൽ അതെല്ലാം നല്ലപോലെ വളരും. അപ്പൊ അതിന് മുമ്പ് പറിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്ര ബുദ്ധിമുട്ടുണ്ടാകത്തില്ല. പിന്നെ ഇതിന്റെ ചുവട്ടിൽ റംബുട്ടാൻ നിൽപ്പുണ്ട് ഗൈസ്. ഞാൻ വെയിറ്റിംഗ് ആണ് റംബുട്ടാൻ കഴിക്കാനായിട്ട്. അപ്പൊ കഴിഞ്ഞ വട്ടം കൊണ്ട് ആ റംബുട്ടാൻ ഒന്നും അങ്ങനെ പറിക്കാനായിട്ട് പറ്റിയില്ല. കാരണം പെരയുടെ മണ്ടയ്ക്ക് കയറണം. പെരയുടെ മണ്ടയ്ക്ക് കയറാനുള്ള വഴിയൊന്നുമില്ല ഗൈസ്. സ്റ്റെപ്പൊക്കെ പൊളിച്ചുകൊണ്ട് അതിന്റെ മണ്ടയ്ക്ക് കയറാനായിട്ട് നമുക്ക് ഒരു ഓപ്ഷനും ഇല്ല. പിന്നെ ഒരു ഏണിയുണ്ട്, മറ്റേ ആ ഏണി വെച്ചിട്ട് കയറണം. അത് ഇച്ചിരി റിസ്ക് ആണ്. കാരണം മഴയൊക്കെ പെയ്ത് കിടക്കുമ്പോൾ കയറി കഴിഞ്ഞാൽ തെന്നി എങ്ങാനും വീണ് കഴിഞ്ഞാൽ തീർന്ന്. അതുകൊണ്ട് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പിന്നെ ആ ഒരു വണ്ടി അവിടെ ഇരിക്കുന്നതുകൊണ്ട് ആ ഭാഗത്ത് തൂക്കാൻ പറ്റില്ല. പിന്നെ ഞാൻ ചുരുട്ട ഇടിവശം എല്ലാം തൂത്തിട്ടുണ്ട്. അപ്പൊ ആ വണ്ടി ഇപ്പൊ സ്റ്റാർട്ട് ആകാതിരിക്കുകയാണ്. ഇനിയും അത് ഷോറൂമിൽ കൊടുത്ത് അതൊന്ന് ശരിയാക്കി എടുക്കണം. ഈ ചപ്പ് നമ്മൾ നോർമലായിട്ട് കിടക്കുന്ന ചപ്പ് നമുക്ക് തൂക്കാൻ എളുപ്പമായിരിക്കും. പക്ഷെ ഇത് ഭയങ്കര പാടാ തൂക്കാൻ. കാരണം ഈ മഴ പെയ്ത് ഭയങ്കര കട്ടി പോലെ അത് നീങ്ങാനൊക്കെ ഭയങ്കര പ്രയാസമായിരിക്കും. കണ്ടില്ല, ഒട്ടിപ്പിടിക്കുകയെ. എനിക്ക് മഹാദേഷ്യമുള്ള കാര്യം ഇങ്ങനെ തൂക്കുമ്പോ ഇങ്ങനെ വരാതെ കിടക്കുന്ന കരിയില്ല. എനിക്ക് തൂക്കുമ്പോ ഇങ്ങനെ അങ്ങ് തൂത്ത് ഇങ്ങനെ ഒരു ഫ്ലോയിൽ അങ്ങ് പോണം. ഞാൻ സൈഡിൽ നിന്ന് കുറെ ഇതൊക്കെ വെട്ടി അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ കൂടെ തൂക്കാൻ എനിക്ക് ലാസ്റ്റ് പ്രയാസം വന്നു. ഞാൻ പിന്നെ കാലും കൊണ്ട് തട്ടി തട്ടി തട്ടിയിട്ടാണ് ഞാൻ ഒരു വിധത്തിൽ അങ്ങ് എത്തിച്ചത്. ഞാൻ വിചാരിച്ച തൂക്കുന്നതോടൊപ്പം തന്നെ ആ ഒരു സൈഡിൽ ഇരിക്കുന്നതും കൂടെ അങ്ങ് ഓർഗനൈസ് ചെയ്ത് സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് അങ്ങ് തൂത്തുവാരി കഴിഞ്ഞാൽ മതിയല്ലോ. ഞാൻ എന്താ അതെല്ലാം എടുത്ത് വെച്ചിട്ട് ആ വണ്ടിയുടെ അപ്പുറത്തൂന്നേ തൂത്ത് തുടങ്ങി. കാരണം അല്ലെങ്കിൽ ആ ചപ്പ അവിടെ കിടക്കും. അവിടെ അത്യാവശ്യം കുറച്ച് ചപ്പൊക്കെ ഉണ്ടായിരുന്നു.
അത് കഴിഞ്ഞിട്ട് ഈ ചപ്പെല്ലാം തൂത്ത് ഇപ്പുറത്താക്കിയിട്ടുണ്ട്. നമ്മള് ജസ്റ്റ് ആ ഒരു സൈഡിൽ ഇരിക്കുമ്പോൾ വെള്ളമൊന്നും അങ്ങനെ അധികം വീഴത്തൊന്നും ഇല്ലല്ലോ. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പൊ അതായിരിക്കും ഇച്ചിരി ബെറ്റർ ഓപ്ഷൻ എന്ന് എനിക്ക് തോന്നിയോണ്ട് ആ ചെടിച്ചട്ടി എല്ലാം അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ ഇത് കിളിക്കുമെന്ന് തന്നെ എനിക്കറിയത്തില്ല. ഇത് കിളിക്കും, പക്ഷെ അത് പൂവുണ്ടോന്നും അറിയത്തില്ല ഈ റോസ. കാരണം അത് ബഡ് ചെയ്തതിന്റെ മുകളിലോ എങ്ങാണ്ട് വെച്ചാണ് അത് ഉണ്ടായേക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് കാട്ട് റോസയാണെന്നാണ് എൻ്റെ ഒരു നിഗമനം. ഞാനത് എന്തായാലും ആ സൈഡിലെടുത്ത് വെക്കുമ്പോൾ അത് ഒടിച്ചു കളയുന്നുണ്ട് ഒരെണ്ണം. കുറച്ചെണ്ണം കട്ട് ചെയ്ത് വിട്ടു കൊടുക്കുന്നുമുണ്ട്. ഞാൻ വിചാരിച്ചു ഡയറക്റ്റ് ആയിട്ട് ആ ചട്ടി താഴെ വെക്കാതെ ആ കട്ടയുടെ പുറത്ത് നേരത്തെ ഇരുന്ന പോലെ തന്നെ ഓരോ കട്ട എടുത്തോണ്ട് കട്ടയുടെ പുറത്ത് വെച്ച് കഴിഞ്ഞാല് പെട്ടെന്ന് ചെടിച്ചട്ടിയിൽ അഴുക്കാകത്തുമില്ല. താഴെ ഹോൾ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് അടയത്തുമില്ലല്ലോ. അങ്ങനെ വിചാരിച്ച് ഞാൻ ആ ജസ്റ്റ് ആ സൈഡിൽ ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ആ കട്ടയിൽ തന്നെ കുറെ പോച്ചയുണ്ടായിരുന്നു. ജസ്റ്റ് അതൊക്കെ ഒന്ന് പറിച്ച് മാറ്റി കൊടുത്തു. പിന്നെ ഞാൻ എന്താ അടീനിയത്തിന്റെ മണ്ട ഒന്ന് വെട്ടിക്കൊടുക്കുന്നുണ്ട്. കിളിക്കട്ടെ ദൈവമേ എന്ന് പറഞ്ഞ വെട്ടിക്കൊടുക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ വെട്ടി കഴിഞ്ഞ് പിന്നെ ഞാൻ ഓരോ കട്ടയായിട്ട് എടുത്ത് വെച്ച് അതൊക്കെ വെക്കുന്നുണ്ട്. എനിക്ക് ഈ ചെടിയിൽ പൂവുണ്ടായി കാണുമെന്ന് പെട്ടെന്ന് പൂവുണ്ടായി കാണുമെന്ന് ഒരാഗ്രഹം. കാരണം അത് കാണാൻ നല്ല ഭംഗിയുള്ള പൂവല്ലേ. അപ്പം പെട്ടെന്ന് പൂവുണ്ടായിട്ട് വേണം എനിക്ക് സ്റ്റെപ്പിന്റെ അടുത്ത് അവിടെ ഇട്ട് വെക്കാൻ. പിന്നെ അതൊക്കെ വെച്ചു. ഈ റോസ് എടുത്ത് വെച്ചു. അങ്ങനെ ഓരോന്നും എടുത്ത് വെച്ച് ഞാൻ ആ ജസ്റ്റ് ഒരു ബ്ലേഡ് എടുക്കൊണ്ട് ആ ബ്ലേഡ് വെച്ച് കട്ട് ചെയ്യാൻ നോക്കി, പക്ഷെ പറ്റിയില്ല. ആ ബ്ലേഡിന് മൂർച്ചയില്ലാത്തതാണെന്ന് തോന്നുന്നു. കുറെ നേരം ഞാൻ ട്രൈ ചെയ്തിരുന്നു, പക്ഷെ അത് കട്ടായി വരുന്നില്ലായിരുന്നു. ഞാൻ പിരിച്ചൊക്കെ നോക്കുന്നുണ്ട്, പക്ഷെ പറ്റിയില്ല. 7 ഇല വന്നു കഴിഞ്ഞാൽ പിന്നെ ആ റോസ പൂവുണ്ടാകത്തില്ലെന്നാണ് ഇങ്ങനെ പറയുന്നത്. അതിനെല്ലാത്തിനും 7 ഇല ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ അത് ജസ്റ്റ് സൈഡിലോട്ട് തന്നെ ചായച്ച് വെച്ചിട്ട് പിന്നെ ഞാൻ ബാക്കി ചട്ടിയും കൂടെ എടുത്ത് വെക്കും. കാരണം അടുത്ത മഴയ്ക്ക് മുന്നേ അകത്ത് കയറണമല്ലോ. കാരണം ഇനി അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ കൊതു കുത്താൻ തുടങ്ങും. പിന്നെ നമുക്ക് ദേഷ്യം വരും. അതിനെക്കാട്ടി നല്ലത് ചെയ്യാനുള്ള പണി പെട്ടെന്ന് ചെയ്തിട്ട് കയറി പോകുന്നതായിരിക്കും. ആ ഒരു കൊണ്ടുവച്ച റോസയും അത് തന്നെ അങ്ങനെ തന്നെ അതും ഞാൻ വെട്ടിക്കളയുന്നുണ്ട്. എല്ലാത്തിനും ഒറ്റ കിളിപ്പ് മാത്രമേ വന്നിട്ടുള്ളൂ. അതാണ് ഏറ്റവും വലിയ വിഷയം. നിങ്ങൾ റോസ മേടിക്കുന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ ചെറിയ ചില്ലകൾ ഉള്ളത് മേടിക്കുക. കാരണം കാട്ട് അതിന്റെ ഇത് മാത്രം വന്നു കഴിഞ്ഞാൽ പിന്നെ അത് കിളിക്കത്തില്ലായിരിക്കും. കിളിക്കും, പക്ഷെ അതിനകത്ത് പൂ ഉണ്ടാകത്തില്ല. അതുകൊണ്ടാണ് ഇത്രയും വലുതായിട്ട് അതിനകത്ത് പൂ ഉണ്ടാകാത്തത്. ഞാൻ വിചാരിക്കുന്നത് ഞാനത് മുറിക്കാനായിട്ട് എടുത്തിട്ട് പക്ഷെ മുറിക്കുന്നില്ല. കാരണം അത് ചിലപ്പോ കിളിച്ചാലോ. അത് ഞാൻ നേരത്തെ ഒന്ന് മുറിച്ച് കൊടുത്തായിരുന്നു. അപ്പൊ അതിനകത്ത് പൂ ഉണ്ടായിരുന്നു. അത് വിചാരിച്ച് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പൊ വെക്കുന്നതിനകത്ത് ഞാനത് കറ്റാർവാഴ നട്ട് വെക്കാന്ന് വിചാരിച്ച്. ഇപ്പം അത് എല്ലാം കുന്നും തടവും പോലെ കിടക്കുന്നുണ്ട്. വെക്കുമ്പോ ചെടിച്ചട്ടി മറിഞ്ഞു വീണാലോ എന്ന് വിചാരിച്ച് ഞാൻ മണ്ണൊക്കെ ഇട്ടിട്ടാണ് വെക്കുന്നത്. പിന്നെ എന്താ അതിനകത്തുനിന്ന് മണ്ണിളക്കമുള്ള ഒരു ചട്ടി നോക്കി എടുത്തിട്ടുണ്ട്. കാരണം കൈ കൊണ്ട് ഇളക്കാനായിട്ട് ഇച്ചിരി ഈസി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് മണ്ണിളക്കം ഉള്ളൊരെണ്ണം എടുത്തു. കൈ കൊണ്ട് തന്നെ ജസ്റ്റ് അതിനകത്തൊരു കുഴി ഉണ്ടാക്കി ഞാൻ ആ കറ്റാർവാഴ അതിനകത്തോട്ട് നട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ 2 ചെടിച്ചട്ടിക്ക് തീ ഒന്നും ഇല്ല. പിന്നെ ഞാൻ അതിനകത്തുനിന്ന് അപ്പുറത്തുനിന്ന് അത് അവിടെ ഒരു കറ്റാർവാഴം പോട്ടെ മണി പ്ലാന്റ് നിൽപ്പുണ്ടായിരുന്നു. ഞാൻ ആ മണി പ്ലാന്റ് രണ്ട് വെട്ടി ആ ഒരു ചെടിച്ചട്ടിക്കകത്ത് വെച്ചിട്ടുണ്ട്. മഴയായി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കരമായിട്ട് പോച്ച കയറാൻ തുടങ്ങും. എനിക്ക് ഏറ്റവും ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് പോച്ച കയറുന്നത്. പോച്ച, ചപ്പ്, എവിടെ നിന്നൊന്നും ഇല്ലാത്ത ചപ്പൊക്കെയാ പറന്നു വന്ന് വീഴുന്നത്. ഈ ഒരു കരിയില തൂത്തെടുക്കാൻ ഭയങ്കര പ്രയാസമാണ്. നമ്മുടെ ആഞ്ഞിലിയുടെ കണ്ടില്ലേ, അത് തൂത്തെടുക്കാനായിട്ട് ഭയങ്കര. പിന്നെ ഈ ആഞ്ഞിലി ചക്ക വീണതും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാ ചെയ്യാന്.
ഞാനൊരു Q&A വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അത് കാണാത്തവർ കണ്ടു നോക്കുക. എന്നെ കുറിച്ച് അറിയേണ്ടവർക്ക് ഞാൻ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, അപ്പൊ അത് കണ്ടു നോക്കുക. പിന്നെ ഞാൻ അതിനകത്താണെന്നുണ്ടെങ്കിൽ എന്റെ ഫ്രണ്ട്സിന് 2 പേരെ പേര് പറയാൻ ഞാൻ 2 അല്ല 3 പേരെ പേര് പറയാൻ ഞാൻ വിട്ടുപോയി. ആരതി, മേഘ, റേനു, അവരുടെ 3 പേരും അവരും എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. ഞാൻ മറന്നു എനിക്കറിയില്ല എങ്ങനെ ഞാൻ മറന്നുപോയിന്ന്. ഞാൻ സ്കൂൾ ടൈം കാര്യമൊക്കെ പറഞ്ഞപ്പോഴും ഞാൻ അത് പറയാനായിട്ട് മറന്നുപോയി. പിന്നെ വീഡിയോ അപ്ലോഡ് ആയി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഞാൻ അവരുടെ കാര്യം പറഞ്ഞില്ലല്ലോ എന്ന് എനിക്കൊരു വിഷമം. അവർക്ക് ഞാൻ വീഡിയോ അയച്ചു കൊടുത്തപ്പോഴും ഞാൻ അവരുടെ കാര്യം പറഞ്ഞില്ല എന്നുള്ളൊരു വിഷമം എനിക്കിപ്പോഴും ഉണ്ട്. സോറി. അവരെന്റെ വീഡിയോ ഒക്കെ കാണുന്നതാണ്, അപ്പൊ അവരുടെ പേര് പറയാത്തതുകൊണ്ട് എന്റെ മനസ്സിലൊരു വിഷമം ഉണ്ടായിരുന്നു. ഇപ്പൊ അത് മാറി. അവരോട് ഞാൻ എന്നാത്തിൽ കൂടി സോറി ചോദിക്കുന്നു. ആരതി, മേഘ, റെയിൻ. അപ്പൊ ഞാൻ എന്താ അതിനകത്ത് കൊണ്ടുവന്ന് ആ മണി പ്ലാന്റ് നട്ടു വെച്ചിട്ടുണ്ട്. അപ്പൊ ജസ്റ്റ് അവിടെ എല്ലാം ഒന്ന് തൂത്ത് വൃത്തിയാക്കി എടുക്കാന്ന് വിചാരിച്ച്. ആ ഒരു ഭാഗം വരെ തൂത്തപ്പോഴത്തേക്ക് പിന്നെ അത് നീങ്ങാതെയായി. കണ്ടില്ലേ, ഒരു സൈഡ് മാത്രമേ ഞാൻ തൂത്തിട്ടുള്ളൂ, ആ സൈഡിലേക്ക് ഞാൻ പോയിട്ടില്ല. ആ ഒരിടയ്ക്ക് ഞാൻ കുറെ ചെടി, ഇങ്ങനെ പടർന്നു കിടന്ന ചെടിയൊക്കെ കൊണ്ടുവച്ചായിരുന്നു, കുറെ പോയി. പിന്നെ മറ്റേ അല്ലാത്തൊരു വയലറ്റ്, അടിയിൽ ഇങ്ങനെ ഒരു വയലറ്റ് കളർ വരുന്നൊരു ചെടിയുണ്ട്, അത് 2-3 എണ്ണം തീപ്പുണ്ട്. ഞാൻ പക്ഷെ അത് കളയാതെ തൂക്കാന്ന് വിചാരിച്ച്. പിന്നെ തെറ്റി വെട്ടി കൊടുത്തായിരുന്നു, വെട്ടി അത് പൂവൊന്നും ഉണ്ടാകുന്ന പോലും ഇല്ല. ഞാൻ വിചാരിക്കുന്നുണ്ട് ഈ ചെമ്പരത്തി ഇപ്പൊ 2 എണ്ണം ഉണ്ട്, നേരത്തെ ഒരെണ്ണം വെട്ടിക്കളഞ്ഞാലോ. കാരണം കാട് പോലെ നിക്കണ്ട, ഇച്ചിരി വെട്ടം വന്നോട്ടെ എന്ന് വിചാരിച്ച് വെട്ടിക്കൊടുക്കണമെന്നുണ്ട്. പക്ഷെ അമ്മ സമ്മതിക്കത്തില്ല ഗൈസ്. കാരണം അതിനകത്ത് 2-നകത്തും പൂവ് ഉണ്ടാകുന്നുണ്ട്, അപ്പം എന്തിനാ വെട്ടുന്നതെന്ന് ചോദിക്കും. അല്ലെന്നുണ്ടെങ്കിൽ നമുക്കത് ഒരെണ്ണം വെട്ടിക്കളയായിരുന്നു. പിന്നെ ഒരെണ്ണം നമ്മൾ വെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരെണ്ണം പന്നലായി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതൊരു വിഷമം. എന്തിനാ വെറുതെ അല്ലേ. ദേ ചൂലും കൊണ്ടൊന്നും നീങ്ങാതായി. ലാസ്റ്റ് ഈർക്കിലൊക്കെ താഴെ വീഴാൻ തുടങ്ങി. ഈ ചൂലിനകത്ത് ഈർക്കിലെങ്ങനെ കളഞ്ഞു കഴിഞ്ഞാൽ അമ്മയുടെ കിട്ടും. അത് ആ സൈഡില് തൂക്കാൻ ഇച്ചിരി പ്രയാസം ഉണ്ടായിരുന്നു, പക്ഷെ അത് നമ്മള് തൂത്തെടുത്ത്. കുറച്ചുകൂടി ഒന്ന് ഇതൊന്ന് എന്തുവാ പൂവൊക്കെ നട്ട് ഒന്ന് ഇതാക്കണമെന്നുണ്ട്. പക്ഷെ നമ്മൾ വന്നിരിക്കുന്ന ഒരു 10 ദിവസത്തേക്ക് അല്ലെങ്കിൽ 3-4 ദിവസത്തേക്കൊക്കെയാണ്, അതുകൊണ്ട് ഒന്നും ചെയ്യാനുള്ളൊരു ടൈം കിട്ടുന്നില്ല. സാരമില്ല, ഇനി നമുക്കെല്ലാം സെറ്റാക്കി എടുക്കാം. അപ്പൊ എന്റെ പുതിയ പുതിയ വീഡിയോസിനായിട്ട് നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് പറയാനുള്ളത് കമന്റ് ചെയ്യുക. കമന്റ് ചെയ്യുമ്പോൾ ഞാൻ എല്ലാവരെയും കമന്റ് വായിക്കുകയും റിപ്ലൈ തരികയും ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്താലേ വീഡിയോയ്ക്ക് വ്യൂസ് കൂടത്തുള്ളൂ. അപ്പൊ നിങ്ങൾ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കുറെ നേരത്തെ പണിപ്പാടിന് ശേഷം ഞാൻ ജസ്റ്റ് ആ സൈഡെല്ലാം ഒന്ന് തൂത്ത് ഒരു സൈഡിലോട് അടുപ്പിച്ച് വെച്ചിട്ടുണ്ട്. വാരി കളഞ്ഞൊന്നും ഇല്ല, കാരണം ആ സമയമായപ്പോഴത്തേക്ക് മഴ പെയ്തു ഗൈസ്. മഴ എന്നെ ചതിച്ചു. അതുകൊണ്ട് കുറച്ചേരം റെസ്റ്റ് എടുക്കാൻ പോയി. റെസ്റ്റ് എടുക്കാൻ പോയപ്പോഴത്തേക്കാണ് മഴ പെയ്തത്. പിന്നെ വിചാരിച്ചു ഇനി അവിടെ കിടക്കട്ടെ, അമ്മ വാരിക്കോളുമല്ലോ. കണ്ടില്ലേ, ഞാൻ ആ ഒരു സൈഡിൽ കൂട്ടി, ആ സൈഡിൽ നിന്ന് ഞാൻ വാരി അപ്പുറം കൊണ്ടുപോയായിരുന്നു. അത്രയും വരെ എനിക്ക് കൊണ്ടുപോകാൻ പറ്റിയുള്ളൂ. ഞാൻ ഇപ്പൊ ഈ വീഡിയോക്കകത്ത് അവിടെ വരെ കൂട്ടിയേക്കെന്ന് കാണിച്ചിട്ടുണ്ട് ഞാൻ, പക്ഷെ ലാസ്റ്റ് ഫോട്ടോ ഇട്ടിട്ടുണ്ട്, അത് ഞാൻ ഫുള്ളായിട്ട് തൂത്തുവാരി കളഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ടാറ്റാ.